ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പുരുഷന്മാർക്കും ചെയ്യാവുന്ന കുറച്ചു കാര്യങ്ങളാണ്. അപ്പം മിക്കവാറും സ്ത്രീകളെയൊക്കെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ കാൽ തുടകളിലെ കൊഴുപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ബട്ടക്സിന്റെ ഭാഗത്തെ കൊഴുപ്പ്, നമ്മുടെ ഗ്ലൂട്ട്സിലെ കൊഴുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുമൂലം വളരെയേറെ വിഷമിക്കുന്ന സ്ത്രീകളുണ്ട്, അതേപോലെ തന്നെ പുരുഷന്മാരും ഉണ്ട്. അപ്പം നമുക്കെന്ന് പറയുന്നത് ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ വീട്ടിൽ തന്നെ കൊച്ചു ചെറിയ ചെറിയ വർക്കൗട്ടുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഫലപ്രദമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങളുടെ ആ കാലിൻ്റെ തുടകളുടെ ആ കൊഴുപ്പൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് നമുക്ക് ഷേപ്പാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ വ്യായാമം ചെയ്യണം. അല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. നമുക്കിപ്പോൾ ഏതെങ്കിലും മരുന്ന് കഴിച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കലക്കി കുടിച്ചാലോ ഒന്നും നമുക്ക് ശരീരത്തിലെ കൊഴുപ്പിനെ ഒന്നും കുറയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്ന വർക്കൗട്ട് വീട്ടിൽ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3-4 ദിവസം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ദിവസേന ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുന്ന ദിവസം നിങ്ങൾ ഒരു 5-10 മിനിറ്റ് ഈ ഒരു വ്യായാമം ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കൂടുതൽ നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് പോവാം. കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് വ്യായാമങ്ങളെന്ന്. അപ്പോൾ ഒന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സസൈസ് ആണ്. സ്ക്വാട്ട് എന്ന് പറയുന്ന വ്യായാമമാണ്. സ്ക്വാട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു വിത്ത് ഷോൾഡർ ലെവലിൽ നിങ്ങളുടെ കാലുകൾ വെക്കുക, ഞാൻ ഈ വെച്ചേക്കുന്ന പോലെ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് കൈ ഇതേപോലെ ഫ്രണ്ടിലോട്ട് വെക്കാം, ഇതേപോലെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ ഇങ്ങനെ വെക്കാം, ഇതേപോലെ ചെയ്യാം. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം, യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 10 എണ്ണം നിങ്ങൾ ചെയ്താൽ മതിയാവും. 1 2 താഴോട്ടിരിക്കുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, 3 4 ഷോൾഡർ ലെവലിൽ കാല് വെക്കുക, ഇതേപോലെ. 5 6 7 8 9 10. ഇതേപോലെ നിങ്ങളൊരു 10 എണ്ണം ചെയ്താൽ മതി. 10 എണ്ണം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. 10 സെക്കൻഡ് റെസ്റ്റിന് ശേഷം അടുത്ത വ്യായാമം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഷോൾഡർ ലെവലിലാണ് കാലുകൾ വെച്ചെങ്കിൽ നിങ്ങൾ ഒരു അല്പം കൂടെ കാല് ഇതേപോലെ വൈഡ് ചെയ്ത് വെക്കുക, ഇതേപോലെ. ഓക്കെ, അതിനുശേഷം 1 2. ഈ ഒരു വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള മസിൽസ് ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഈ ഒരു ഭാഗത്തെ അതേക്ക് തന്നെ ഈ ബട്ടക്സിന്റെ ഭാഗത്തും ആ ഒരു കൊഴുപ്പൊക്കെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണിത്, സുമോ സ്ക്വാട്ട് എന്ന് പറയുന്ന എക്സസൈസ്. അപ്പം കാലുകൾ ഇതേപോലെ വെച്ചതിന് ശേഷം സാവധാനം ഇതേപോലെ നിങ്ങൾക്ക് ഇരിക്കാം. ഓക്കെ, ഇതേപോലെ ഇതായിരിക്കണം നിങ്ങളുടെ ബോഡി പൊസിഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ഗ്ലൂട്ട്സിന്റെ ഭാഗം ബാക്കിലോട്ട് ഇങ്ങനെ. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇതേപോലെ നിങ്ങൾ ഒരു 10 എണ്ണം ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ നിൽക്കാം. ഞാൻ ഈ നിൽക്കുന്ന കണക്ക് 2 കാലുകൾ അടുപ്പിച്ച് നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ നമ്മളിപ്പോൾ സുമോ സ്ക്വാട്ട് ചെയ്ത പോലെ ഇങ്ങനെ അകത്തി വെക്കുക. അതിനുശേഷം 1, വീണ്ടും പഴയ പൊസിഷനിലോട്ട് വന്നിട്ട് അടുത്ത സൈഡിലോട്ട് ഇതേപോലെ. 2 3 4 5 6. ഇതേപോലെ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല. നിങ്ങൾ ആദ്യം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, നിങ്ങളുടെ കാലുകൾ അടുപ്പിച്ച് വെച്ച് നിൽക്കുക. അതിനുശേഷം ഒരു സൈഡിലോട്ട് കാലിങ്ങനെ വൈഡ് ചെയ്യുക. അതിനുശേഷം 1, ഇതേപോലെ. ഗ്ലൂട്ട് പുറകോട്ടായിരിക്കണം, ഗ്ലൂട്ട്സിന്റെ ഒരു ഭാഗം പുറകോട്ടായിരിക്കണം. നിങ്ങളുടെ ഈ ലോവർ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, ഇതേപോലെ. അതിനുശേഷം ഇങ്ങനെ വന്ന് അടുത്ത സൈഡിലോട്ട് കാല് കൊണ്ടുപോവുക, ഇങ്ങനെ. ഓക്കെ, ഇതേപോലെ. ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, അടുത്ത സൈഡിലോട്ട്. ഓക്കെ,
ഇതേപോലെ നിങ്ങൾ ഒരു 10 ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേപോലെ ഇരിക്കാം. ഞാൻ ഇരിക്കുന്നതാണ്, ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഡോങ്കി കിക്ക് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഇതേപോലെ ഇരിക്കാം. ഇതേപോലെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ 1, ഇതേപോലെ കണ്ടില്ലേ, ഇത് കണക്ക് ഉയർത്തുക മുകളിലോട്ട്. വീണ്ടും പഴയ പൊസിഷൻ, അടുത്ത കാല് 2, 3. ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഗ്ലൂട്ട്സിന്റെ ഭാഗം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. അതിനൊക്കെ നമ്മുടെ ഹാംസ്ട്രിങ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെ മസിൽസ്, ഈ ഒരു ഭാഗത്തെ കൊഴുപ്പിനെയൊക്കെ പെട്ടെന്ന് തന്നെ എരിയിപ്പിച്ചളയാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. അപ്പം ഇത് കണക്ക് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം 1, സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 2, പഴയ പൊസിഷൻ. 3. അപ്പം താഴോട്ട് നമ്മുടെ നോർമൽ പൊസിഷൻ ഇത് കണക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. അപ്പോൾ ഇതാണ് ഡോങ്കി കിക്ക് എന്ന് പറയുന്ന വർക്കൗട്ട്. സൂപ്പർ വർക്കൗട്ടാണ്. അപ്പം ഇതും നിങ്ങൾ ഒരു കാലിൽ ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യുക. നമ്മുടെ ഫൈനൽ വർക്കൗട്ട് എന്ന് പറയുന്നത് ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലെ കിടക്കുക. ഞാൻ ഈ കിടക്കുന്ന കണക്ക് കിടക്കാം. ഓക്കെ, അതിനുശേഷം കാല് ഇതേപോലെ മടക്കി വെക്കുക. ഇതേ കണക്ക് മടക്കി വെക്കുക. മടക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ 2 കൈകളും താഴെ ഇതേ കണക്ക് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഹിപ്പ് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം അതൊക്കെ കാലിന്റെ ബലത്തിൽ മുകളിലോട്ട് ഉയർത്തുക. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ഉയർത്തുക. ഇത് കണക്കായിരിക്കും നിങ്ങളുടെ ഒരു ബോഡി പൊസിഷൻ വരുന്നത്, ഇങ്ങനെ. അതിനുശേഷം പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. വീണ്ടും മുകളിലോട്ട് സാവധാനം താഴോട്ട് കൊണ്ടുവരിക. അപ്പ്, താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വർക്കൗട്ടിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ, ഈ ഒരു ഭാഗത്തെ മസിൽസ് ആക്ടിവേഷൻ ആവും. അതിനൊക്കെ തന്നെ നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ, അതിനൊക്കെ ഈ ലോവർ ബാക്കിനൊക്കെ പെയിനുള്ള ആൾക്കാർക്കൊക്കെ അതിനെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന, നമ്മുടെ ലോവർ ബാക്കിനൊക്കെ നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു നല്ല വർക്കൗട്ടാണ്. പെൽവിക് മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമം കൂടിയാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ 10 ചെയ്യുക. അപ്പം ഇത്രയും വർക്കൗട്ടുകൾ നിങ്ങൾ ഒരു 10 വെച്ചിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു വട്ടം കൂടെ ഇതേപോലെ ഒന്ന് ആവർത്തിക്കുക. ഓക്കെ, സ്ക്വാട്ടിൽ ഒന്ന് തുടങ്ങുക. സ്ക്വാട്ടിൽ തുടങ്ങിയിട്ട് ഈ വർക്കൗട്ടിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക. അപ്പൊ ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഇത്രയും ലെങ്ത് വന്നത്, സംസാരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ 2 സെറ്റുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളെ ഈ ഒരു ഭാഗത്തെ ഫാറ്റ് കുറയ്ക്കാനായിട്ട്, കാലിന്റെ വണ്ണം കുറയ്ക്കാനായിട്ട്, സ്ലിം ആക്കാനൊക്കെ ഉപകരിക്കുന്ന വർക്കൗട്ടാണ്. അതിന് കാരണം നമ്മുടെ ബട്ടക്സ്, ഈ ഒരു ഭാഗത്തെ കൊഴുപ്പിനെ എരിയിച്ച് കളയാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു.